In a world where algorithms are getting faster and machines are getting sharper, many people are asking a single fearful question: is my degree still enough? We are witnessing a monumental shift where the traditional classroom is struggling to keep pace with the silicon chip. Our next speaker doesn't just have the answer to the question, he has the blueprint for the solution. Rafiq Parakil is a strategist and edtech innovator and the driving force behind SkillAge. He specializes in high-performance leadership and strategic growth, proving that in the age of AI, your ability to adapt is your greatest competitive advantage. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. ഡിഗ്രികൾക്കും സർട്ടിഫിക്കറ്റുകൾക്കും അപ്പുറം പ്രായോഗികമായ കഴിവുകൾക്ക് അഥവാ സ്കില്ലുകൾക്ക് മുൻഗണന നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഈ മാറ്റത്തെ ഭയപ്പെടാതെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ നേരിടാം എന്ന് റഫീഖ് പാറക്കൽ സർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. യന്ത്രങ്ങൾ ബുദ്ധിമാന്മാരാകുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ അതിലും സ്മാർട്ട് ആകണമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. സ്മാർട്ട് മൈൻഡ്സ്, സ്മാർട്ടർ മെഷീൻസ് എന്ന ഈ മനോഹരമായ പ്രമേയത്തിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെയും കരിയറിൻ്റെയും ഭാവി എങ്ങോട്ടാണെന്ന് അദ്ദേഹം ഇന്ന് നമുക്ക് വിശദീകരിച്ചു തരും. Ladies and gentlemen, please welcome to the SkillX stage the Master of Strategic Excellence, Mr. Rafiq Parakil. Please. All of you, good afternoon. ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റഫീഖ് പാറക്കൽ. കാലിക്കറ്റ് സൈബർ പാർക്കിലെ ട്രോഗം മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനീൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് ആസ് വെൽ ആസ് ഫൗണ്ടറുമാണ്. നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. നമ്മുടെ സബ്ജക്റ്റ് സ്റ്റോപ്പ് സ്റ്റഡിങ് ആൻഡ് സ്റ്റാർട്ട് സ്കില്ലിങ്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് സ്കില്ലിങ്? നിങ്ങൾ ഏത് സെക്ടർ ആയിക്കോട്ടെ, ദാറ്റ് മേ ബി നിങ്ങൾ HR ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആവും, അതല്ലെങ്കിൽ ടീച്ചിങ് ആവാം, അല്ലെങ്കിൽ ട്രെയിനിങ് ആവും, വാട്ട് എവർ. എന്താണ് സ്കില്ലിങ്? അതല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അപ്പ് സ്കില്ല് ചെയ്യാൻ പോകുന്നത്? ഓൾ ഓഫ് യു, നിങ്ങൾ ആൻസറാണ് കിട്ടേണ്ടത്. എങ്ങനെയാണ് നിങ്ങൾ സ്കിൽ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ അപ്പ് സ്കില്ല് ചെയ്യാൻ പോകുന്നത്? വാട്ട് എവർ, ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏത് സെക്ടർ ആയിക്കോട്ടെ. എങ്ങനെയാണ്? കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ്. നിങ്ങൾ ചെയ്യുന്ന, ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ വീണ്ടും 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 ചെയ്ത് കഴിഞ്ഞാൽ ആർ യു അപ്പ് സ്കിൽഡ്? നിങ്ങൾ അപ്പ് സ്കിൽ ആവുമോ? അപ്പ് സ്കിൽ ആവാൻ ചാൻസ് ഉണ്ടോ? ഓക്കെ, അപ്ഡേറ്റ് ആവും. എങ്ങനെയാണ് നിങ്ങൾ അപ്ഡേറ്റ് ആവുന്നത്? കാലത്തിനനുസരിച്ച്, എക്കോ സിസ്റ്റത്തിനനുസരിച്ച്, ടെക്നോളജി മാറുന്നതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ആവണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? സ്കില്ലിങ് വരുന്നുള്ളൂ, അപ്പ് സ്കില്ലിങ് വരുന്നുള്ളൂ. അതർവൈസ് ഞാൻ എന്ത് ചെയ്യാണ്? ഇന്ന് ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു, നാളെയും വർക്ക് ചെയ്തു, മറ്റന്നാളും വർക്ക് ചെയ്തു, 10 years ഞാൻ വർക്ക് ചെയ്തു. ഞാൻ അപ്ഡേറ്റഡ് ആവുമോ? അപ്പ് സ്കില്ലാവുമോ? ഇല്ല. അതെന്തായിരിക്കുള്ളൂ? ഞാൻ എക്സ്പീരിയൻസ്ഡ് ആവും, മേ ബി ഒരു ഷോർട്ട് ടേം എക്സ്പെർട്ടൈസ് ആവും, മറിച്ച് എന്താവില്ല? അപ്പ് സ്കില്ലാവില്ല, സ്കില്ലിങ് ആവില്ല. സോ ഇനി അടുത്തത്, അപ്പ് സ്കില്ലാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആവണം, അപ്പ് സ്കില്ലാവണം. അതിന് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് അൺലേൺ ആസ് വെൽ ആസ് റീലേൺ. എന്താണ് അൺലേൺ? എന്താണ് അതേപോലെ തന്നെ റീലേൺ? ആർ യു ഹിയർഡ് അബൌട്ട് അൺലേൺ ആൻഡ് റീലേൺ? കേട്ടിട്ടുണ്ടോ? അൺലേണും റീലേണും കേട്ടിട്ടുണ്ടോ? ഓക്കെ, അൺലേൺ, ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഒറ്റ ചോദ്യത്തിലൂടെ ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? GPT ആയിട്ട് ചാറ്റ് ചെയ്യും. ഒരു 3 വർഷം മുന്നേ എന്ത് ചെയ്യുമായിരുന്നു? എങ്ങനെ? ഐ ഡിഡ്ന്റ് ഹിയർ, വൺസ് അഗൈൻ. എക്സ്പേർട്സിനോട് ചോദിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അതാണ് അൺലേൺ ആസ് വെൽ ആസ് റീലേൺ. അതായത് ഒരു 3 വർഷം മുന്നേ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും, ഇല്ലേ? ഒരുപാട് ആൻസേഴ്സ് കിട്ടും, ഒരുപാട് ലിങ്ക് കിട്ടും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, ഈ ആൻസേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സംഗ്രഹിക്കും. നിങ്ങൾ എന്ത് ചെയ്യും? സമ്മറൈസ് ചെയ്യും. ആ സമ്മറി ആയിരിക്കും നിങ്ങളുടെ ആൻസർ വരുന്നത്. എന്നാൽ ഇന്നതല്ല. സെർച്ചിങ് എന്നുള്ളത് മാറ്റി, അതല്ലെങ്കിൽ ആസ്കിങ് ടു ടീച്ചർ അല്ലെങ്കിൽ ആസ്കിങ് ടു മെൻറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ചാറ്റ് GPT, അതല്ലെങ്കിൽ ചാറ്റ് ടു ജെമിനി. അതാണ് എന്ത് വരുന്നത്? അപ്പ് സ്കിൽ. അതായത് അൺലേൺ പ്ലസ് റീലേൺ എന്ന് വരുന്നത്. അതേപോലെ മെയിനായിട്ട് ഒരു കരിയർ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കരിയറിൽ, ഒരു ജോബിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അപ്പ് സ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ 3 എണ്ണമാണ് വേണ്ടത്. ഒന്ന് കണ്ടിന്യൂസ്ലി ലേണിംഗ്, അതായത് സ്റ്റോപ്പ് സ്റ്റഡിങ് എന്ന് പറഞ്ഞാലും
കണ്ടിന്യൂസ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? ലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് സെൽഫ് ലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. 1. 2, കോമ്പിനേഷൻ ഓഫ് ലേണിംഗ് ആസ് വെൽ ആസ് റിസർച്ച്. നിങ്ങൾ ഏത് സെക്ടറിലാണോ, നിങ്ങൾ ഏത് സെക്ഷനിലാണോ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഡേ ടു ഡേ നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ അപ്ഡേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് റിസർച്ച് ചെയ്ത് അത് ലേൺ ചെയ്ത് എന്നിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വർക്ക് ഏതാണോ, നിങ്ങളുടെ സെക്ടർ ഏതാണോ, നിങ്ങളുടെ ഇൻഡസ്ട്രി ഏതാണോ, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ഒരു കരിയർ ട്രാൻസ്ഫോർമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2010 വർഷം മുന്നെടുക്കുകയാണെങ്കിൽ 2015 എങ്ങനെയായിരുന്നു കരിയർ വന്നിട്ടുണ്ടായിരുന്നത്? +2 ജയിക്കുന്നു, ഡിപ്ലോമക്ക് പോകുന്നു, +2 ജയിക്കുന്നു, ഡിഗ്രിയിലേക്ക് പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? പഠിച്ച ഡിഗ്രി ഏതാണോ, പഠിച്ച കോഴ്സ് ഏതാണോ, അതിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യും? ജോബ് എടുക്കും. കണ്ടിന്യൂസ്ലി ജോബ് എടുക്കും, ജോബ് സെക്യൂരിറ്റി ആക്കാൻ നോക്കും. എന്നാൽ ഇന്നതല്ല, ജോബ് സെക്യൂരിറ്റി അല്ല നോക്കുന്നത്, മറിച്ച് സ്കിൽ സെക്യൂരിറ്റിയാണ് നോക്കുന്നത്. ഡിഫറൻസ് അറിയോ ജോബ് സെക്യൂരിറ്റിയും സ്കിൽ സെക്യൂരിറ്റിൻ്റെ? ഒരു കൺവെൻഷണൽ മെത്തേഡിൽ 2015 അതല്ലെങ്കിൽ 2010 ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്കിൽ അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവായിരുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗൂഗിളിൽ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവായിരുന്നു. യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിൽ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവായിരുന്നു. അതർവൈസ് നിങ്ങൾക്ക് 3-4 ബുക്സ് ഫ്രം ലൈബ്രറി, അതായിരുന്നു നിങ്ങളുടെ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇന്നതല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരുപാട് റിസോഴ്സസ് ലഭിക്കും. ഇനി നിങ്ങൾക്ക് ഒരു 2 മണിക്കൂറിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ തന്നെ ഷോർട്ടാക്കി മൈൻഡ് മാപ്പ് ആക്കാം. നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ പല നോട്ട്ബുക്ക് എല്ലാം ഉണ്ട്, അതല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ജെമിനി ഉണ്ട്, വട്ടവർ ഒരുപാട് ടൂൾസ്, ഒരുപാട് AI ടൂൾസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 2015 നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കരിയർ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥിതിയിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പാരൻസ് പറയും ഹയസ്റ്റ് മാർക്കാണെങ്കിൽ നിങ്ങൾ സയൻസിന് പോയിക്കോളൂ, അതല്ലെങ്കിൽ ഒരു മിഡിൽ മാർക്കാണെന്നെങ്കിൽ കൊമേഴ്സിന് പോയിക്കോളൂ, അതല്ലെങ്കിൽ ഒരു ലോവസ്റ്റ് മാർക്കാണെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസിന് പോയിക്കോളൂ എന്നായിരിക്കും. സപ്പോസ് അങ്ങനെ +2 എന്ത് ചെയ്തു? സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ, അതിനുശേഷം ഒരു ഡിഗ്രി, അതല്ലെങ്കിൽ ഒരു മെഡിക്കൽ, അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ഒരു ഡിപ്ലോമ, ഇതിലേക്ക് പോകും. ആ പോയതിന് ശേഷം നേരെ ഏതാണോ പഠിച്ചിട്ടുള്ളത് അതിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യും? ഒരു ജോബും നോക്കും. ആ ജോബ് കരിയർ മിസ്മാച്ച് ഉണ്ടോ എന്നുള്ളതൊന്നും നോക്കില്ല. കേരളത്തിൽ എന്തുണ്ട്? 100% ലിറ്ററസി ഉണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ 100% ഡിജിറ്റൽ ലിറ്ററസി ഉണ്ട്. പക്ഷേ കേരളത്തിൽ എന്തല്ല? 100% കരിയർ ലിറ്ററസി ഇല്ല. സപ്പോസ് കരിയർ മിസ്മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യും? ആ കരിയറിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നിരുന്നു ആ ഒരു കാലഘട്ടം. മാത്രമല്ല, ഞാനൊക്കെ ഒരു +2 കഴിഞ്ഞ് ഡിഗ്രി നോക്കുന്ന സമയത്ത് ഇനീഷ്യലി നോക്കിയിട്ടുണ്ടായിരുന്നു 2 കാര്യങ്ങൾ. ഞാൻ പഠിക്കുന്ന BSc കമ്പ്യൂട്ടർ സയൻസിന് സ്കോപ്പ് ഉണ്ടോ? 2, ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ എന്നുള്ളത്. എന്നാൽ ഇന്ന് അതാണോ? മൈ ക്വസ്റ്റ്യൻ, സർട്ടിഫിക്കറ്റ് ഓർ സ്കിൽ, വിച്ച് ഈസ് മോർ? സ്കില്ലാണ്. ഇന്ന് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ള 2 സ്ഥലത്താണ്. ഒന്ന് കേരള PSCയിലും അതേപോലെ തന്നെ ഒന്ന് UPSCയിലും. എന്നാൽ പിന്നെ ഗൂഗിൾ ആണെങ്കിലും IBM ആണെങ്കിലും മറ്റ് പിന്നെ MNCs മൾട്ടിനാഷണൽ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിഗ്രി തന്നെ അവർക്ക് വേണ്ട, ഡിഗ്രി തന്നെ അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ നോക്കുന്നത് സ്കില്ല് മാത്രമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുണ്ടോ എന്നുള്ളത് മാത്രമാണ് അവർ നോക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സ്കില്ല് പറഞ്ഞ ഡേ ടു ഡേ വാട്ടെവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് സെക്ടർ ആണെങ്കിലും ഡേ ടു ഡേ എന്ത് ചെയ്യുന്നുണ്ട്? സ്കിൽ അപ്ഗ്രേഡ് മീൻസ് പുതിയ സ്കില്ലുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ടെക്നോളജിയാണ് മീൻസ് ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 3 വർഷം മുന്നേ ഏറ്റവും ബെസ്റ്റ് കോഡർ ആരാണോ അവർക്കായിരുന്നു ഏറ്റവും സാലറി ഹൈക്കുള്ളത്. ഇന്ന് ഏറ്റവും ബെസ്റ്റ് കോഡർക്കല്ല, മറിച്ച് ഏറ്റവും ബെസ്റ്റ് പ്രോംപ്റ്റ് എഞ്ചിനീയർക്കാണ് ഏറ്റവും കൂടുതൽ ഹൈക്കുള്ളത്. ഒരു 3 വർഷം മുന്നേ എന്നോടൊക്കെ ചോദിക്കുമായിരുന്നു, പലപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കുമായിരുന്നു, സർ ഏതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കോഴ്സ്, അതായത് സ്കോപ്പുള്ളൊരു കോഴ്സ്, അതല്ലെങ്കിൽ സ്കോപ്പുള്ളൊരു ലാംഗ്വേജ് എന്നുള്ളത്. ഫ്ലട്ടർ ആണോ നിങ്ങൾക്ക് അറിയോ ഈ ഫ്ലട്ടർ പൈത്തൺ എന്നൊക്കെ ഉള്ളത്? ഓക്കെ, C ആണോ, C++ ആണോ, ഫ്ലട്ടർ ആണോ, പൈത്തൺ ആണോ എന്നുള്ള അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും ചിലപ്പോൾ പൈത്തൺ ആണ് അതല്ലെങ്കിൽ ഫ്ലട്ടർ ആണെന്ന്. ഇപ്പോഴത്തെ കേസിൽ ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. കാരണം ഒരു പിന്നെ AI ഏജൻറ്റിന് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രോപ്പർ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എൻറ്റയർ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ഈടായിട്ട് നിങ്ങൾക്ക് അറിയാൻ മതിയാവും ആൻറ്റി ഗ്രാവിറ്റി. ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ആൻറ്റി ഗ്രാവിറ്റി. ആൻറ്റി ഗ്രാവിറ്റിയിൽ മൾട്ടിപ്പിൾ AI ഏജൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എനിക്കൊരു പിന്നെ ലേണിംഗ് ആപ്ലിക്കേഷൻ കൊടുക്കണം, അതല്ലെങ്കിൽ ഒരു
ഒരു ഹോസ്പിറ്റലിന് എൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് വാട്ട് ആർ ദ സർവീസസ്, എന്തെല്ലാം സർവീസസ്, എന്തെല്ലാം ടാസ്ക് എന്നുള്ളത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യും, ഈ ആൻറ്റിഗ്രാവിറ്റി എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ AI ഏജൻസിനെ വെച്ച് ഒരു AI ഏജൻറ്റ് വെച്ചാണ്ട് ഡിസൈൻ ചെയ്യും, മറ്റൊരു AI ഏജൻറ്റിനെ വെച്ചാണ്ട് ഡെവലപ്മെൻറ്റ് ചെയ്യും, മറ്റൊരു AI ഏജൻറ്റിനെ വെച്ചാണ്ട് ടെസ്റ്റ് ചെയ്യും, ദെൻ മറ്റൊരു AI ഏജൻറ്റ് വെച്ച് QA ചെയ്യും. അതായത് ഒരൊറ്റ പ്രോംപ്റ്റിലൂടെ ഒരു എൻറ്റയർ സോഫ്റ്റ്വെയർ ആർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഒരു AI ഏജൻസിന്, അതല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ AI ഏജൻസ് പോലെ ഗൂഗിൾ ആൻറ്റിഗ്രാവിറ്റി പോലുള്ള ഒരു മൾട്ടിപ്പിൾ AI ഏജൻസിന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പിന്നെ ഫ്ലട്ടറിൻ്റെ ലാംഗ്വേജിന് അവിടെ സ്കോപ്പ് ഉണ്ടോ, പൈത്തണ് സ്കോപ്പ് ഉണ്ടോ? ജസ്റ്റ് ഒരു ID മാത്രം ചെയ്തിട്ട് ഒരു സ്കിൽഡ്, അതായത് ടെക്നിക്കൽ ഓർ നോൺ ടെക്നിക്കൽ സ്റ്റാഫിന്, ഒരു എംപ്ലോയിക്ക് അതല്ലെങ്കിൽ ഒരു യൂസർക്ക് ഒരു എൻറ്റയർ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് പുതിയ ടെക്നോളജി. ടെക്നോളജി AI ഇറ എന്ന് പറയുന്നത് AI ടെക്നോളജി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. വാട്ട് എവർ എല്ലാ ഇപ്പം നിങ്ങളുടെ കോഴ്സസ് ഏതൊക്കെയാണ് വരുന്നത്? ഓയിൽ ആൻഡ് ഗ്യാസിൽ AI വന്നിട്ടില്ലേ? ഇല്ലേ? പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് പിന്നെ ഓയിൽ പൈപ്പുകൾ ഉണ്ടാവില്ലേ, ഗ്യാസ് പൈപ്പുകൾ, ദാറ്റ് മേ ബി അണ്ടർ വാട്ടർ ആവാം, അതല്ലെങ്കിൽ പുറത്താവാം. അതിലെന്താവും പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഡ്രോണുകളെ വെച്ച്, ക്യാമറയും സെൻസറും ഉള്ള ഡ്രോണുകളെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ്, അതായത് മെയിൻ്റെനൻസ് വരാതെ നോക്കാൻ പറ്റും. അതായത് കേടുവരാൻ ചാൻസസ് ഉണ്ടോ, ഡാമേജ് ആവാൻ ചാൻസസ് ഉണ്ടോ എന്നുള്ളത് ആർക്ക് ഇത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും, ഈ സെൻസറുകൾക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ്. പിന്നെ വരുന്നത് ഏതാണ്, കോഴ്സ് ഏതാണ് വരുന്നത്? എങ്ങനെ? ലോജിസ്റ്റിക്സ്, പിന്നെ ദെൻ HR, ദെൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇതിലെല്ലാം തന്നെ എന്തുണ്ട്, AI ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ HR അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിൽ ഇപ്പോൾ നിങ്ങൾ 10 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു HRക്ക് 1000 റെസ്യൂം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ആ റെസ്യൂം ഷോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ സ്പെസിഫിക്കേഷൻ ഏതാണോ, നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഏതാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ റെസ്യൂംസ് ഒക്കെ ഷോർട്ട് ചെയ്യാൻ എത്ര ടൈം എടുക്കും? ഹൗ മച്ച് ടൈം? എത്ര ടൈം എടുക്കും? 10 days, 20 days, 30 days? 30 ഡേയ്സിൽ ഓക്കെ എന്ന് വെക്കാം. അത് പ്രോപ്പറായിരിക്കുമോ? എയർ റേറ്റ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടോ? ഒരു AI ഏജൻസിന് കൊടുത്തു കഴിഞ്ഞാൽ മില്യൺ, 1000 അല്ല കേട്ടോ, 1000 അല്ല, ലക്ഷമല്ല, 10 ലക്ഷം കൂട്ടിക്കോളൂ, 1 മില്യൺ റെസ്യൂംസ് കൊടുത്തു കഴിഞ്ഞാൽ ആ AI ഏജൻറ്റ്, ഒരുപാട് AI ഏജൻസ് ഉണ്ട് കേട്ടോ, ആ AI ഏജൻറ്റ് എന്ത് ചെയ്യും, ഈ പിന്നെ റെസ്യൂംസ് ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് വേണ്ട റെസ്യൂംസ് ഏതൊക്കെയാണ്, നമ്മുടെ JDക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ സ്കില്ലിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് ആവശ്യമായിട്ടുള്ള സ്കില്ലുള്ള എത്ര എംപ്ലോയീസ്, എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പ്ലസ് അത് തന്നെ ആ ഏജൻറ്റ് തന്നെ അവർക്ക് മെയിൽ ചെയ്യും, ഏത് ദിവസമാണ്, അതായത് ഷെഡ്യൂളും ചെയ്യും, ഇൻ്റർവ്യൂ ഷെഡ്യൂളും ചെയ്യും, മെയിലും ചെയ്യും. വേണമെങ്കിൽ അവരുടെ പിന്നെ ഡിസ്ക്രിപ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്ക് ആ റെസ്യൂമിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസും, അതായത് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് അവർ ആൻസർ ചെയ്താൽ അത് വാലിഡേറ്റ് ചെയ്യാനും ഒരൊറ്റ AI ഏജൻസിന് തന്നെ സാധിക്കും. അതായത് മില്യൺസ് റെസ്യൂംസ് വിത്തിൻ മിനിറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർക്ക് ക്വസ്റ്റ്യൻ കൊടുത്ത് അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് ഒരു എൻറ്റയർ ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ട് ചെയ്യാൻ സാധിക്കും AI ഏജൻസിന് തന്നെ. കരിയർ ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലീനിയർ കരിയേഴ്സാണ്. ലീനിയർ കരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ് കഴിയുന്നു, സയൻസ് ഓർ കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു, ദെൻ ഡിപ്ലോമ എടുക്കുന്നു, അതല്ലെങ്കിൽ ഡിഗ്രി എടുക്കുന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് കരിയർ മിസ്മാച്ച് ആണെങ്കിലും കരിയർ ഓക്കെ ആണെന്നുണ്ടെങ്കിലും അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് ലീനിയർ കരിയർ. ഇൻ 2015 ഒരു ലീനിയർ കരിയർ എന്നുള്ളൊരു മെത്തേഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ, അതായത് ഈ ഒരു കാലത്ത് AI ഏജൻസി ഉള്ള ഒരു കാലത്ത് AI ഇറയിൽ പോർട്ട്ഫോളിയോ കരിയേഴ്സ് ആണുള്ളത്. പോർട്ട്ഫോളിയോ കരിയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കില്ലിനായിരിക്കും അവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു സ്റ്റാഫ്, എൻ്റെ കമ്പനിയിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ പിന്നെ ഇൻ്റർനാഷണൽ ജോബ് മാർക്കറ്റിൽ ഖത്തറിൽ അവരെന്തായിരിക്കും, കൺസൾട്ടൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നൈറ്റിൽ അവരെന്തുണ്ടാവും, ഫ്രീലാൻസ് വർക്കും ചെയ്യുന്നുണ്ടാവും, അതേപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റും ചെയ്യുന്നുണ്ടാവും. അതായത് മൾട്ടിപ്പിൾ, ഒരൊറ്റ സ്കില്ല് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യാൻ സാധിക്കുന്ന പോർട്ട്ഫോളിയോ കരിയറാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത്.
നെക്സ്റ്റ് വരുന്നത് ജോബ് മാർക്കറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇനീഷ്യൽ 2015 ഉണ്ടായിരുന്ന ഒരു ജോബ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോക്കൽ ജോബ് മാർക്കറ്റ് ആയിരുന്നു. മെയിനായിട്ടും വന്നിട്ടുണ്ടായിരുന്നത് ലോക്കൽ ജോബ് മാർക്കറ്റ് ആയിരുന്നു. ബട്ട് നൗ അത് ലോക്കൽ ജോബ് മാർക്കറ്റിലും ഉണ്ട്, നാഷണൽ ജോബ് മാർക്കറ്റിലും ഉണ്ട്, ഇൻ്റർനാഷണൽ ഗ്ലോബൽ ജോബ് മാർക്കറ്റിലും ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഫ്രീലാൻസർ, അതല്ലാന്നുണ്ടെങ്കിൽ അപ്വർക്ക്, ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബൽ ജോബ് മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യാനും നാഷണൽ ജോബ് മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യാനും ലോക്കൽ ജോബ് മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യാനും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റ് ഒരേ ടൈമിൽ തന്നെ ഒരു കോളേജിലോ സ്കൂളിലോ പഠിപ്പിക്കാനും, അതല്ലെങ്കിൽ ഒരു ലേണിംഗ് ആപ്പിലേക്ക് വീഡിയോസ് കൊടുക്കാനും, അതേപോലെ തന്നെ ബ്ലോഗിനോ അതല്ലെങ്കിൽ വീഡിയോക്കോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അതാണ് ഒരു പോർട്ട്ഫോളിയോ കരിയേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ സ്കില്ലിനായിരിക്കും എന്ത് വരുന്നത്, സ്കിൽ സെക്യൂരിറ്റി ആയിരിക്കും നോക്കുന്നത്. ഒരിക്കലും ജോബ് സെക്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യില്ല, നോക്കില്ല. മറിച്ച് എന്ത് ചെയ്യും, ഇപ്പം ജെൻസിയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയലുണ്ടാവും, ജെൻസീസൊക്കെ ഒരൊറ്റ മീൻസ് ഒരു കമ്പനിയിൽ 1 or 2 year നിൽക്കുള്ളൂ. അപ്പോഴേക്കും അവരെന്ത് ചെയ്യും, അവരുടെ സ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് മറ്റൊരു കമ്പനിയിലേക്ക് പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സ്കിൽ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. 2022 or 2023 അറിയില്ല, NVIDIA ആണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വാല്യൂ ഉള്ള കമ്പനി. എന്തുകൊണ്ടാണ് NVIDIA ലോകത്തിലെ ഏറ്റവും വാല്യൂ ഉള്ള കമ്പനി ആയിട്ടുള്ളത് അറിയോ? ഏറ്റവും മൂല്യമേറിയ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനി NVIDIA ആണ്. എങ്ങനെയാണ് NVIDIA? ഇപ്പോൾ ആപ്പിൾ ഉണ്ട്, ഏറ്റവും കൂടുതൽ നിങ്ങൾ പിന്നെ പർച്ചേസ് ചെയ്യുന്നതാണ് ആപ്പിൾ ഉണ്ട്, അതല്ലെങ്കിൽ ഗൂഗിൾ ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിലൊന്നും പെടാതെ അതിൻ്റെയൊക്കെ മേലെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി ആയിട്ട് മാറിയിട്ടുള്ളത് NVIDIA ആണ്. എന്തുകൊണ്ടാണ് NVIDIA ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനി ആയിട്ടുള്ളത്? ഇഫ് എനിബഡി ഹാവ് ആൻസർ? എങ്ങനെ സർ? ഓക്കെ, അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും ഇപ്പോൾ മെറ്റ AI ആണെങ്കിലും വാട്ട് എവർ, ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ AIക്കും GPU കൊടുക്കുന്നത്, പ്രോസസ്സർ കൊടുക്കുന്നത് ആരാണ്? NVIDIA ആണ്. അങ്ങനെയാണ് ഇപ്പം എത്രമാത്രം AI വളരുന്നോ അത്രമാത്രം തന്നെ ആര് വളരും? NVIDIA വളരും. കാരണം എല്ലാ മീൻസ് ഓപ്പൺ AI ആണെങ്കിലും ജെമിനി ആണെങ്കിലും വാട്ട് എവർ, എല്ലാ AIക്കും ബാക്ക് എൻഡിലുള്ള പ്രോസസ്സർ കൊടുക്കുന്നത് ആരാണ്? NVIDIA ആണ്. AI ഇൻ കരിയർ, ഹൗ AI ട്രാൻസ്ഫോം ട്രഡീഷണൽ കരിയർ. ഇനീഷ്യലി ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും എല്ലാ സെക്ടറിലും എന്ത് ചെയ്തിട്ടുണ്ട്, AI ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ IMFൻ്റെ കണക്കനുസരിച്ച് 60 മുതൽ 70% വരെ എല്ലാ ജോബ് ഇൻഡസ്ട്രിയിലും ജോബ് സെക്ടറിലും എന്ത് ചെയ്തിട്ടുണ്ട്, AI കടന്നു കയറിയിട്ടുണ്ട്. AIൻ്റെ കടന്നു കയറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെഡിക്കലിൽ നമുക്ക് ലേണിങ്ങും അതേപോലെ തന്നെ കരിയറും നോക്കാം. ഇപ്പോൾ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഹൃദയത്തിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ VR വെർച്വൽ റിയാലിറ്റി കേട്ടിട്ടില്ലേ, VR-ഉം മെറ്റാവേഴ്സും ഉണ്ട്. VR-ഉം മെറ്റാവേഴ്സും ഉപയോഗിച്ചാണ്ട് ഒരു ഹൃദയത്തെ അതേപോലെ നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് എന്ത് ചെയ്യണം, ഹേർട്ടിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ VR-ൽ എന്ത് ചെയ്യാൻ പറ്റും, ഹേർട്ട് അതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്യും. രക്തധമനികൾ ഉണ്ടാവും, പമ്പ് ചെയ്യുന്നു, എല്ലാം തന്നെ അതിൽ കാണിക്കും. പ്ലസ് ഹാപ്റ്റിക് ടെക്നോളജീസ് കേട്ടിട്ടുണ്ടോ? ഹാപ്റ്റിക് ടെക്നോളജീസ് അപ്കമിങ് ടെക്നോളജീസ് ആണത്. ഇപ്പോൾ ഉണ്ട്, ദെൻ ഒരു പോപ്പുലർ ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹാപ്റ്റിക് ടെക്നോളജി ഉപയോഗിച്ചാണ്ട് ഇവിടെയുള്ള നമുക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജുള്ള, അതല്ല എന്നുണ്ടെങ്കിൽ വെർച്വൽ റിയാലിറ്റിയിൽ ചെയ്തിട്ടുള്ള ഒരു ഹേർട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്ത ഫീൽ ഉണ്ടാവും. അതായത് നമ്മുടെ ആ ഹൃദയത്തിന്മേൽ വെർച്വൽ റിയാലിറ്റിയിൽ സിമുലേറ്റ് ചെയ്തിട്ടുള്ള ഹേർട്ടിനെ തൊട്ടാൽ ആ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആ ഫീല് നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കും. അപ്പോൾ അത്രമാത്രം സിമ്പിളാക്കിയിട്ടുണ്ട് എന്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മേഖലയിലും. അപ്പം ഓട്ടോമാറ്റിക്കലി, അതേപോലെ തന്നെ ചൈനയിൽ ഒരുപാട് കിയോസ്ക് ഉണ്ട്, കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഈ റീസെൻ്റ്ലി ഒക്കെ ന്യൂസിലുണ്ടായിരുന്നു. അതായത് ഒരുപാട് കിയോസ്ക് ഉണ്ട്. ആ കിയോസ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു ജനറൽ മെഡിസിൻ, അതായത് ഒരു ജനറൽ പ്രാക്ടീഷണർ ചെയ്യുന്ന എല്ലാ കാര്യവും അതിൽ ചെയ്യും. നമ്മുടെ ഐൻ്റെ റെറ്റീന വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്കമിങ് എന്തെങ്കിലും രോഗങ്ങൾ, എന്തെങ്കിലും ഇൽനെസ് വരാൻ ചാൻസസ് ഉണ്ടോ എന്നുള്ളത് കാണിക്കും. അതേപോലെ തന്നെ ബ്ലഡ്, എല്ലാ കാര്യങ്ങളും എടുത്താണ്ട് എല്ലാം തന്നെ ഓട്ടോമേറ്റ് ചെയ്താണ്ട് നമ്മുടെ പ്രഷർ, ഷുഗർ, വട്ടെവർ ഒരു ജനറൽ പ്രാക്ടീഷണർ ചെയ്യുന്ന എല്ലാ പ്രോസസ്സും എന്ത് ചെയ്യും, ഇവർ തന്നെ ഈ ഒരു കിയോസ്കിന് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു 2030 ഓൺവാർഡ്സ് എന്ന് പറയുന്നത് ഒരു 30 to 40% ഡോക്ടേഴ്സിൻ്റെ പണി പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ വിലയിരുത്തുന്നത്. ബട്ട് അതനുസരിച്ച് ആ AIക്ക് അനുസരിച്ച്, അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരില്ല, ആ ഒരു ജോബ് ലോസ് ആവാൻ ചാൻസ് ഇല്ല. നെക്സ്റ്റ് എൻജിനീയേഴ്സ്, അതേപോലെ തന്നെ
ഡ്രൈവേഴ്സ്. എഞ്ചിനീയേഴ്സിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2018 അതല്ലെങ്കിൽ 2020 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ പേയിങ് സാലറി എന്ന് പറയുന്നത് കോഡർക്കാണ്. അതായത് കോഡ് ചെയ്യുന്ന ആൾക്കാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലാണെങ്കിൽ കോഡ് ചെയ്യുന്ന ആൾക്കാണ്. ഇപ്പോൾ പ്രോംപ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇപ്പം കോഡിംഗ് ലാംഗ്വേജ് അല്ല, മറിച്ച് ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. ഒരു ബെറ്റർ പ്രോംപ്റ്റ് എഞ്ചിനീയർക്കാണ് എന്ത് വരുന്നത്, ഹൈ പാക്കേജ് വരുന്നത്. അപ്പം പ്രോംപ്റ്റ് എഞ്ചിനീയർ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു വെബ്സൈറ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് വേണം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു വെബ്സൈറ്റ് വേണം എന്നുണ്ടെങ്കിൽ ലവബിൾ യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ്, അട്രാക്റ്റീവ് വെബ്സൈറ്റ് AI ഏജൻസി വെച്ച് നമ്മുടെ തന്നെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് റെസ്പോൺസീവ് ആക്കിയിട്ട് തരും. 10 or 20 minutes കൊണ്ടാണത്. അല്ലെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ 1 hour മതി. ഇതൊരു നോർമൽ സെനാരിയോയിലാണ് എന്നുണ്ടെങ്കിൽ 10 to 20 days വരും. ആർക്ക്? ഒരു ഡിസൈനർക്കും ഒരു ഡെവലപ്പർക്കും. എന്നാൽ തന്നെ എന്തുണ്ടാവും, ഹ്യൂമൻ ബഗ്സ് അതിൽ വരാൻ ചാൻസസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡ്രൈവേഴ്സാണ്. ഞാൻ പറഞ്ഞു എല്ലാ സെക്ടേഴ്സും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഒന്ന് വരുന്നതാണ് ഡ്രൈവേഴ്സ്. ഇനി വരുന്ന കാലം ഡ്രൈവർലെസ് കാറുകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓൾ ഓഫ് യു ആരെ ഒപ്പോസ് ചെയ്യോ? ഓൾറെഡി ഡ്രൈവർലെസ് കാറുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ടെസ്ലൻ്റെ റോബോ ടാക്സി ഡ്രൈവർലെസ് ആണ്. അതേമാതിരി തന്നെ ദുബായ് ലൂപ്പ് കേട്ടിട്ടുണ്ടോ? ഫെനിബഡി ദുബായ് ലൂപ്പ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്കമ്മിങ് പ്രോജക്റ്റ് ആണ്, ദുബായിയുടെ തന്നെ അപ്കമ്മിങ് പ്രോജക്റ്റ് ആണ്. അതായത് ദുബായിൽ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്, കറാമ അതുപോലുള്ള ഒരുപാട് ഏരിയകളുണ്ട്. ഈ ഏരിയകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അണ്ടർഗ്രൗണ്ടിലൂടെ ഫുള്ളി, അതായത് എല്ലാ കാറുകളും ഓട്ടോമേറ്റഡ് ഡ്രൈവർലെസ് കാറുകളായിരിക്കും. അതായത് 17 കിലോമീറ്ററിൽ 11 സ്റ്റേഷനിൽ വെച്ചിട്ട് ദുബായ് ലൂപ്പ് എന്ന് പറഞ്ഞാണ്ട് ഒരു പ്രോജക്റ്റ് ഇറക്കിയിട്ടുണ്ട്. മിക്കവാറും ഈ ഇയർ എൻഡിലും അടുത്ത ഇയർ ഫസ്റ്റിലുമായിട്ട് എന്ത് ചെയ്യും, ലോഞ്ച് ചെയ്യും. ആ 17 കിലോമീറ്ററിലുള്ള വണ്ടികളെല്ലാം തന്നെ എന്തായിരിക്കും, ഡ്രൈവർലെസ് കാറുകളായിരിക്കും. അത് ഇവരുടെ ഒരു എക്കോസിസ്റ്റാണ്. അതായത് ടെസ്ലയുടെ ഒരു എക്കോസിസ്റ്റ് ആയിരിക്കും. ടെസ്ലയുടെ റോബോ ടാക്സികളായിരിക്കും ഇതിലെല്ലാം തന്നെ വരുന്നത്. വിത്തിൻ എ ഇയർ അത് ലോഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെരി ഷോർട്ടായിട്ടുണ്ട് എന്ത്, ഡ്രൈവർലെസ് കാറുകൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രൈവേഴ്സിന് അറിയാലോ എങ്ങനെ വരും എന്നുള്ളത്. ദെൻ ടീച്ചേഴ്സിൻ്റെത്, ടീച്ചേഴ്സ് 2 രൂപത്തിലാണ്. ഇപ്പം നോർമലി പറയുന്നത് ടീച്ചേഴ്സിൻ്റെ പണി പോവില്ല, ടീച്ചേഴ്സ് കുട്ടികൾക്ക് എമ്പതി, ഇപ്പം നേരത്തെ മാഡം പറഞ്ഞു എമ്പതറ്റിക് ആയിട്ടുണ്ട് ഈ ഐസ് എന്നുള്ളത്. ഒരു സ്റ്റുഡൻസിന് എമ്പതിയോട് കൂടി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടീച്ചർ തന്നെ വേണം എന്നുള്ള രൂപം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ കുറച്ച് മുന്നേ ഉള്ളൊരു ടീച്ചേഴ്സിനെ വെച്ച് എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നോർമലി അപ്ഡേറ്റഡ് ആവാത്ത എല്ലാ ടീച്ചേഴ്സും എന്താവും, ഔട്ട്ഡേറ്റഡ് ആവും. പിന്നെ അവരെ വെച്ച് നിൽക്കുന്നത് കേരള PSCയും അതേപോലെ തന്നെ UPSC മാത്രമായിരിക്കും. നോർമലി ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സ്കൂളാണ് എന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു CBSE സ്കൂളുകളാണ് എന്നുണ്ടെങ്കിൽ അവർ മാക്സിമം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന് മാത്രമായിരിക്കും എന്തുണ്ടാവുക, ഒരു നിലനിൽപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഏറ്റവും ബെസ്റ്റ് എജുപ്രോണേഴ്സ് ആരാണെന്ന് അറിയോ? ഇവരൊക്കെ എജുപ്രോണേഴ്സാണ്. ഏറ്റവും ബെസ്റ്റ് എജുപ്രോണേഴ്സ് പക്ഷേ അവർ സമ്മതിച്ചിട്ടില്ല, ഗൂഗിളാണ്. ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട്, ഗൂഗിൾ ഫോർ എഡ്യൂക്കേഷൻ, ജെമിനി ഫോർ എഡ്യൂക്കേഷൻ, യൂട്യൂബ് ഫോർ എഡ്യൂക്കേഷൻ, നോട്ട്ബുക്ക് LMലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്, വലിയൊരു ബുക്ക്, ഒരു 650 പേജുള്ള ഒരു ബുക്ക് സ്കാൻ ചെയ്താണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മൈൻഡ് മാപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരും. അതായത് ഷോർട്ടായിട്ട് തരും. ഇനി അത് വായിക്കാൻ മടിയുണ്ടെങ്കിൽ 2 ആൾ ചെയ്യുന്ന പോഡ്കാസ്റ്റിനെ പോലെ ചെയ്തു തരും. അതായത് ഓഡിയോ പോഡ്കാസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കും, വേറൊരാൾ ആൻസർ പറയും, ഒരാൾ ചോദ്യം ചോദിക്കും, വേറൊരാൾ ആൻസർ പറയും. ആ രൂപത്തിലുള്ള പോഡ്കാസ്റ്റ് ആക്കി വരെ ആര് തരും, നോട്ട്ബുക്ക് എല്ലാം തരും. അതായത് ബെസ്റ്റ് എജുപ്രോണേഴ്സ് എന്ന് പറയുന്നത് ഗൂഗിളാണ്. ബട്ട് അവർ എന്ത് പറയുന്നില്ല, ഞങ്ങൾ എജുപ്രോണേഴ്സ് ആണെന്ന് പറയുന്നില്ല എന്ന് മാത്രം. സോ ദെൻ നെക്സ്റ്റ് വരുന്നത് സാധാരണ ഒരാളുകളുടെയൊക്കെ ഒരു വിശ്വാസം എന്താ വെച്ചാണ്ടല്ലോ, എല്ലായിടത്തും AI വന്നു കഴിഞ്ഞാലും ഫാമിൽ അല്ലെങ്കിൽ കൾട്ടിവേഷനിൽ, കൃഷിയിൽ എന്ത് വരില്ല, AI വരാൻ ചാൻസസ് ഇല്ല എന്നുള്ളതാണ്. കൃഷിയിൽ AI വന്നിട്ടുണ്ടോ ഇല്ലേ? വാട്ട് യു തിങ്ക്? എങ്ങനെ? കൾട്ടിവേഷനിൽ ഒരു ബിഗ് സെക്ടറാണ്, AI-ൻ്റെ ഒരു ബിഗ് സെക്ടറാണ് കൾട്ടിവേഷൻ. അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ടെക്നോളജി എന്ന് പറയുന്നത്. നോർമലി വയനാടുള്ള കർഷകർ ആത്മഹത്യ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, കുട്ടനാടുള്ള നെൽകൃഷിക്കാർ ആത്മഹത്യ ചെയ്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബട്ട് ഇതേ സമയത്ത് തന്നെ ഇപ്പോൾ US നിന്ന്, അതല്ലാന്നുണ്ടെങ്കിൽ MNC കമ്പനീസിൽ നിന്ന് റിസൈൻ ചെയ്താണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു സ്ഥലമില്ലാത്ത ആളുകൾ ഫാം ചെയ്താണ്ട് അതായത് കൾട്ടിവേഷൻ ചെയ്താണ്ട് ലക്ഷക്കണക്കിനും കോടികളും ടേൺ ഓവർ ചെയ്തിട്ടുള്ള കഥകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
അപ്പോൾ നവീൻ നാരായൺ ഇവരൊക്കെ എന്ത് ചെയ്തതാണ് അങ്ങനെ കൾട്ടിവേഷൻ ചെയ്തത്. MNC-യിലായിരുന്നു പുള്ളി അതിനുശേഷം അത് ക്വിറ്റ് ചെയ്താണ്ടാണ് എന്ത് ചെയ്തത് കൾട്ടിവേഷനിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അവരുടെ ഒരു സക്സസ് സ്റ്റോറിയും ഇവരുടെ ഒരു ഫെയിലിയറും വന്നിട്ടുള്ളത്? ദേ ആർ യൂസ്ഡ് ടെക്നോളജി. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ചില ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്താൽ അപ്പോൾ അവരുടെ ഇല ഉണ്ടാവുമല്ലോ, ഇപ്പം നമ്മുടെ ചെടികളുടെ അല്ലെങ്കിൽ സസ്യങ്ങളുടെ ഇല ഉണ്ടാവും, അത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ തന്നെ എന്തെല്ലാം ഡാമേജസ്, എന്തെല്ലാം ഇൽനെസ്, എന്തെല്ലാം പ്രോബ്ലംസ് അതിനുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ സോയിൽ, ഇപ്പോൾ മണ്ണ് ഉണ്ടാവുമല്ലോ, ഈ മണ്ണിൽ എന്ത് കൃഷിയാണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അതിനെ സങ്കര ഇനം കൃഷിയാക്കാം, നല്ല സോയിലും അതേപോലെ തന്നെ നല്ല സീഡും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് AI-ക്ക് കൊടുക്കാൻ പറ്റും. ദെൻ പ്രഡിക്റ്റീവ് അനാലിസിസ്. ഇപ്പം നമ്മുടെ കൃഷി, ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ഒരു തണ്ണിമത്തൻ കൃഷി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ തണ്ണിമത്തൻ കൃഷി ഏത് സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടാവുന്നത്, ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുക എന്നുള്ളത് ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ പ്രഡിക്റ്റീവ്, അതായത് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് പ്രഡിക്റ്റീവ് അനാലിസിസ് ചെയ്തുകൊണ്ട് അതനുസരിച്ച് കൾട്ടിവേഷൻ ചെയ്യും. അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാൻ സാധിക്കും. അതാണ് AI യൂസ്. അതായത് ടെക്നോളജി എവിടെയൊക്കെ എനേബിൾ ചെയ്യുന്നോ അവിടെയൊക്കെ എന്ത് വരും? സക്സസ് സ്റ്റോറി വരും. അതായത് പേശികൾ കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൾട്ടിവേഷൻ ചെയ്യേണ്ടത്, മറിച്ച് ഡാറ്റകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫാമിങ് ചെയ്യണം. സോ ആ ടൈമിൽ അതെന്ത് ചെയ്യും? സക്സസ് ആവും. പിന്നെ ഒരു AI-യുടെ ഫ്യൂച്ചർ, അതല്ലെങ്കിൽ ഒരു കരിയറിൻ്റെ ഫ്യൂച്ചർ, ഒരു എഡ്യൂക്കേഷൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള, അതായത് നമ്മൾ കാണുന്ന ChatGPT, ഞാൻ നേരത്തെ പറഞ്ഞ ടെൻസറും, അതല്ല ഞാൻ നേരത്തെ കേഴ്സറും, അതല്ലെങ്കിൽ ഗൂഗിളിൻ്റെ എർത്തോ, അതല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ആൻറ്റിഗ്രാവിറ്റി, വാട്ട് എവർ, ഇതെല്ലാം നാരോ AI ആണ്. അതായത് ഒരു AI-യുടെ 5% കൂടി എന്ത് ചെയ്തിട്ടില്ല? ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല, എത്തിയിട്ടില്ല. അതായത് 5% to 10% മാത്രമാണ് ഈ ഇയറിലോ അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ? ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിൽക്കുന്നുള്ളൂ. അപ്പോൾ AI കഴിഞ്ഞാൽ വരുന്ന ഒന്നാണ് AGI. ആർ യു ഹിയർഡ് അബൌട്ട് AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്? കേട്ടിട്ടുണ്ടോ? AGI കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ കാണുന്നത് തിൻ AI ആണ്, അതായത് നാരോ AI ആണ്. AGI എന്ന് കേട്ടിട്ടുണ്ടോ? ഇഫ് എനിബഡി, ക്യാൻ യു റൈസ് യുവർ ഹാൻഡ്സ് ഇഫ് എനിബഡി? ഓക്കെ, എന്താണ്? ഇത് വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പം ആ പഠിച്ചതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റണമെന്നില്ല, ഒരു വികാരമുള്ള ആ ഒരു രൂപത്തിലായിരിക്കണമെന്നില്ല. എന്നാൽ നെക്സ്റ്റ് വരുന്ന ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, അതിനെന്ത് ചെയ്യാൻ പറ്റും? സ്വയം പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചത് കൊണ്ടാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? 5ാം ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ മുതൽ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എൻ്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതേപോലെ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിന് പഠിക്കാനും പഠിച്ചതിന് ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനും പറ്റും. അപ്പോൾ തിൻ AI മാറിയിട്ട് ഒരു AGI അല്ലെങ്കിൽ ഒരു സൂപ്പർ AI-യിലേക്ക് കടക്കുന്നതോടുകൂടി മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ബുദ്ധി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അത്ര തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? പഠിച്ച് പ്രവർത്തിക്കാനുള്ളൊരു ബുദ്ധിയില്ല. ബട്ട് നെക്സ്റ്റ് സ്റ്റേജ് വരുന്ന ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിനും അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന, അത് പിന്നെ ഒരു കൺസെപ്ച്വൽ ലെവലാണ്, സൂപ്പർ AI-ക്കും അതിനുള്ള എബിലിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ യന്ത്രനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഒരൊറ്റ AI, അതല്ലെങ്കിൽ ഒറ്റ റോബോട്ട് തന്നെ മൾട്ടിപ്പിൾ റോബോട്ട്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്, ഒരു AI ഏജൻസിൻ്റെ ഒക്കെ ഒരു എക്സ്ട്രീം ലെവൽ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്യൂച്ചർ ടെക്നോളജി വരുന്ന സമയത്ത് എല്ലാ കരിയറും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ വി ആർ ഔട്ട്ഡേറ്റഡ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്യൂർ യുവർ സ്കിൽ. ഒരിക്കലും നിങ്ങളെ ജോബിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ജോബ് സെക്യൂരിറ്റി നോക്കണ്ട, മറിച്ച് എന്ത് ചെയ്താൽ മതി? സെക്യൂർ സ്കിൽ. അപ്പോൾ നിങ്ങളുടെ സ്കില്ല് സെക്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്ഡേറ്റ് യുവർ സെൽഫ്. അതായത് ഫസ്റ്റ് അപ്പ് സ്കിൽ ചെയ്യുക, സെക്കൻഡ് അപ്പ് സ്കിൽ ചെയ്യുക, തേർഡ് അപ്പ് സ്കിൽ ചെയ്യുക അണ്ടിൽ യുവർ ഡെത്ത്. മരണം വരെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മരണം വരെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പ് സ്കിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇഫ് എനിബഡി ഹാവ് എനി ഡൗട്ട്? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഷുവർ. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണല്ലേ, അത് പഠിക്കാത്ത ഒരാൾക്കത് പറഞ്ഞു കൊടുക്കുന്നതിൽ പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ബേസിക് കോഡിൻ്റെ നോളജ് വേണമെന്നില്ല. ഇപ്പോൾ ഒരു സെൽഫ് ലേണിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് അവൈലബിലിറ്റിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടന്റ് അവൈലബിലിറ്റി കൊണ്ടാണ് നമ്മൾ കുടുങ്ങിയിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഉണ്ടാവും, യൂട്യൂബിൽ ഷോർട്സ് ഉണ്ടാവും, യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ ജെമിനി കൊടുത്താൽ, അല്ലെങ്കിൽ നോട്ട്ബുക്ക് എല്ലാം കൊടുത്താൽ, ChatGPT കൊടുത്താൽ എല്ലാത്തിനും തന്നെ നിങ്ങൾക്ക് ആൻസർ ഉണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാടുണ്ട് കേട്ടോ.
കേഴ്സർ ഉണ്ട്, അതേപോലെ തന്നെ ക്ലോഡ ഉണ്ട്, അതല്ലെങ്കിൽ ചാറ്റ് GPT തന്നെ AI മോഡ് മീൻസ് ഏജൻറ്റിക് മോഡ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റി ഗ്രാവിറ്റി ഉണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആൻറ്റി ഗ്രാവിറ്റിയാണ്, ബട്ട് പേർപ്പസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കണം എന്നുണ്ടെങ്കിൽ സിംപ്ലി യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ സെൽഫ് ലേൺ ചെയ്യാൻ പറ്റും. ബോത്ത് ഇൻ ഇംഗ്ലീഷ് അതേപോലെ തന്നെ മലയാളം ട്യൂട്ടോറിയൽ വീഡിയോസ് ഒരുപാടുണ്ട്. അപ്പം ഇനീഷ്യലി നിങ്ങളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്താൽ മതി, അതായത് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ബാക്കിയൊക്കെ പുള്ളി ചെയ്തോളും, ആൻറ്റി ഗ്രാവിറ്റി ചെയ്തോളും. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ഹോസ്പിറ്റലിനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോംപ്റ്റ് കൊടുക്കണം. അതിനിടെ ഫോർ എക്സാമ്പിളാണ് കേട്ടോ പറയുന്നത്, അതല്ല പ്രോംപ്റ്റ്. എന്ത് ചെയ്യണം, അതിനിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം വിത്ത് സർവീസസ്, അഡ്മിനിസ്ട്രേഷൻ, നഴ്സിംഗ് കെയർ, ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്, അങ്ങനെ ഒരുപാട് ഉണ്ടാവുമല്ലോ സർവീസസ്, ഒരുപാട് ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സ് കൊടുത്ത് ആ ഫീച്ചറിൻ്റെ ബേസ് ചെയ്താണ്ട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ അതിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൻ്റെ ആൻറ്റി ഗ്രാവിറ്റി എന്ത് ചെയ്യും, ഒരു 4 ഏജൻസിനെ വെക്കും. ഒന്ന് ഡിസൈൻ, നോട്ട് ഓൺലി ഫോർ എന്താണോ പർപ്പസ് അതിനെ ബേസ് ചെയ്താണ്ട്, ഒന്ന് ഫോർ ഡിസൈൻ, സെക്കൻഡ് ഫോർ ഡെവലപ്മെൻറ്റ്, തേർഡ് ഫോർ QA, അതായത് QA വരും, ആൻഡ് ഫോർത്ത് വൺ ടെസ്റ്റിംഗ്. ഈ 4 കാര്യങ്ങൾ വരും. അതേപോലെ തന്നെ നമ്മുടെ ബ്രൗസർ തന്നെ ഓപ്പൺ ചെയ്താണ്ട് അതിന് ടെസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് കിട്ടും, ഒരു കോഡ് കിട്ടും. ആ കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഇനി വേറെ ചില നമ്മുടെ ട്രെയിൻഡ് ഏജൻസ് ആണെന്നുണ്ടെങ്കിൽ, AI ഏജൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സെർവറിൻ്റെ യൂസർ നെയിം ക്രെഡൻഷ്യൽസ് കൊടുത്താൽ പുള്ളി തന്നെ എന്ത് ചെയ്യും, ഹോസ്റ്റും ചെയ്യും. അതായത് എനിക്കൊരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വരുന്നതാണ് റേസർ, ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേസ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയും ഓത്ത് ടോക്കണും കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനും ഉണ്ടാക്കും, പേയ്മെൻറ്റ് ഗേറ്റ്വേ അറ്റാച്ച് ചെയ്യും, പ്ലസ് ഹോസ്റ്റും ചെയ്യും. ഹോസ്റ്റിങ്ങിൻ്റെ ക്രെഡൻഷ്യൽ കൊടുത്താൽ ട്രെയിൻഡ് ഏജൻസ് എന്ത് ചെയ്യും, ഹോസ്റ്റും ചെയ്യും. അപ്പം ഒരു ബേസിക് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്ക്, നോട്ട് ഓൺലി ഫോർ ബേസിക് ഇംഗ്ലീഷ് അല്ല, ഒരു പ്രോപ്പർ പ്രോംപ്റ്റ് ചെയ്താൻ പറ്റുന്ന ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയർക്ക്, ഒരു ഇംഗ്ലീഷ് അറിയുന്ന ആൾക്ക് ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ മുന്നോട്ടുള്ള ജനറേഷനിലുള്ള പിള്ളേരെ കോഡിങ്ങിനോട് ചെയ്യാതെ ഫിസിക്സ് മാത്സും ക്വാണ്ടം മെക്കാനിക്സ് അല്ലേ, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് തിരിയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത്, പിന്നെ 2 രൂപത്തിലായിട്ടുണ്ടായിരുന്നത്. അതായത് AI വരുന്നതിൻ്റെ മുന്നേ, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോംപ്റ്റിങ്ങിൻ്റെ മുന്നേ കോഡിങ്ങിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ എല്ലാ മേഖലയിലാണെങ്കിലും എല്ലാ സെക്ടേഴ്സിലാണെങ്കിലും വരുന്നത് എന്താണ്, മെയിനായിട്ട് വരുന്നത് AIs ആണ് വരുന്നത്. അപ്പോൾ ഈ AIസിനൊക്കെ എന്ത് വേണ്ടി വരും, പ്രോസസ്സേഴ്സ് വേണ്ടി വരും. അപ്പോൾ ഈ പ്രോസസ്സിനെ ബേസ് ചെയ്താണ് സെമി കണ്ടക്ടേഴ്സ് വേണ്ടി വരും. അതുകൊണ്ടാണ് പുള്ളി അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ ഹൈക്ക് പോകേണ്ടത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫിസിക്സിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ള രൂപത്തിലായിരുന്നു പറഞ്ഞത്. ക്വാണ്ടം കമ്പ്യൂട്ടിങ് ചെയ്യണം എന്നുള്ള രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായി. ഐ അഗ്രി ദാറ്റ്. എനിത്തിങ് അതർ? ഓക്കെ, ഓൾ ഓഫ് യു, താങ്ക് യു അണറ്റാൾ. മനുഷ്യനിർമ്മിത ബുദ്ധിയും മനുഷ്യന്റെ ബുദ്ധിയും സമന്വയിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം. അതിനെക്കുറിച്ച് വളരെ ലളിതമായ ഭാഷയിൽ സർ നമ്മളോട് സംസാരിച്ചു. ഓൺ ബിഹാഫ് ഓഫ് IMS Kilversity, we are just presenting a token of love and gratitude. I welcome Aja sir, Sandhya ma'am and Brinda ma'am to the stage. And also Karim sir. Sir, please.